ഹായ് ബേബീസ്, എത്ര നാളായി ഒരു നാടൻ മീൻകറിയൊക്കെ കഴിച്ചിട്ട് ചോറൊക്കെ കഴിച്ചിട്ട്. എന്നാ പിന്നെ നമുക്ക് ഉണ്ടാക്കിയാലോ? ഒരു ചട്ടി വേഗം പോയി കഴുകി എടുത്തോളി. എന്നിട്ട് അതിലേക്ക് തക്കാളിയും പച്ചമുളകും കുറച്ചധികം ഉണ്ടായിക്കോട്ടെ, പച്ചമുളകൊക്കെ. എന്നിട്ട് ഉള്ളി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തോളി, കുറച്ച് വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ടിട്ടാ. അതിന്റെ ഇടയിൽ നമുക്ക് തേങ്ങാരപ്പ് റെഡിയാക്കാം. തേങ്ങയിലേക്ക് ചെറിയുള്ളിയും ജീരകം, മഞ്ഞപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി കൂട്ടിയിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, ഒക്കെപ്പാടെ കൂട്ടിയിട്ട് മിക്സിയിൽ നല്ലോണം അരക്കുക. നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചോളിട്ട്, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മത്തി ആയതുകൊണ്ട് കുറച്ചധികം മസാലപ്പൊടി തന്നെ ഉണ്ടായിക്കോട്ടെട്ടാ. അപ്പോഴേക്ക് നമ്മളെ തക്കാളിയും പച്ചമുളകൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് തേങ്ങാരപ്പും പുളി ഒഴിച്ചിട്ട് നല്ല ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് മീന് മത്തിയൊക്കെ ഇട്ടിട്ട് ഉപ്പും പുളിയും ഒക്കെ നോക്കി ഇതൊന്ന് ടേസ്റ്റ് ഉണ്ടാ നോക്കിയിട്ട് കുറച്ച് കറിവേപ്പില വിതറിയ സൂപ്പറായി കറി. മത്തിക്ക് ഉള്ളി ഉലുവയും തൂമിച്ച പിന്നെ പറയണ്ട. തൂമിച്ച ഇഷ്ടമില്ലാത്തവരൊന്നും അത് ചെയ്യണ്ടട്ടാ. എന്നാ പിന്നെ നമുക്ക് ചോറിലേക്ക് ചൂട് കറിയൊക്കെ ഒഴിച്ചിട്ട് കഴിച്ചാലോ? ഇതേപോലെ ഒന്ന് നാടൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ട് കമന്റിലൂടെ അറിയിക്കണേ. ഇനി നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചട്ടിയിലൊന്നും വെക്കണമെന്നൊന്നുമില്ല, ഗ്യാസിമില് സ്റ്റീൽ പാത്രത്തിലൊക്കെ വെക്കട്ടോ. ഇതേ രീതി ഫോളോ ചെയ്ത ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്.